ഹായ് സ്റ്റുഡൻസ്, MR ഫിസിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ +2 ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ചാപ്റ്ററിന്റെ പേര് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. കഴിഞ്ഞ ചാപ്റ്ററിൽ, അതായത് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന കൺസെപ്റ്റ് പഠിച്ചു. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്? ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ചാർജസ് അറ്റ് റെസ്റ്റ്. റെസ്റ്റിലുള്ള ചാർജസുകളെ കുറിച്ചിട്ടുള്ള പഠനത്തെയാണ് എന്ത് പറയുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ കീഴിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആണ് +2 ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സും രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസും. അതായത് ഒന്നാമത്തെ ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് രണ്ടാമത്തെ ചാപ്റ്റർ. ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ രണ്ട് ചാർജസുകൾക്കിടയിലുള്ള ഫോഴ്സ്, കൂളംസ് ലോ പഠിച്ചു. ഒരു ചാർജിന് ചുറ്റും അതിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള റീജിയൻ, ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള കൺസെപ്റ്റ് പഠിച്ചു. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്നുള്ള കൺസെപ്റ്റ് പഠിച്ചു. ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ പറ്റി പഠിച്ചു. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ചാപ്റ്ററാണ് +2 ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾക്ക് ഈ ചാപ്റ്ററിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. കഴിഞ്ഞ ചാപ്റ്ററിൽ, ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. അതായത് രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ പഠിക്കാതെ, മനസ്സിലാക്കാതെ അതിൽ ഓരോ കൺസെപ്റ്റും, രണ്ട് ചാർജസുകൾക്കിടയിലുള്ള ഫോഴ്സ്, അതേപോലെ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിട്ടുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് തുടങ്ങിയ കൺസെപ്റ്റുകളൊന്നും മനസ്സിലാക്കാതെ നമുക്ക് ഒരിക്കലും ഈ ചാപ്റ്റർ പഠിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രണ്ടാമത്തെ ചാപ്റ്റർ പഠിച്ചു തുടങ്ങുന്നതിന് മുന്നായിട്ട് തന്നെ, രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ക്ലാസ് നിങ്ങൾ കണ്ടു തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്റർ കൃത്യമായിട്ട് പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ക്ലാസ്സിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന ടേം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന കൺസെപ്റ്റാണ്. ഈ ചാപ്റ്ററിന്റെ പേര് തന്നെ എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്നാണ്. അപ്പം നമ്മളിവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി തുടങ്ങിയ കൺസെപ്റ്റുകളും, അതിനുശേഷം കപ്പാസിറ്റർ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന കൺസെപ്റ്റും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നു. ഇത് രണ്ടും പരസ്പരം റിലേറ്റഡ് ആണ്. അപ്പോൾ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന കൺസെപ്റ്റ് എന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു +Q ചാർജ് കൺസിഡർ ചെയ്യുന്നു. ക്യാപിറ്റൽ Q ചാർജ്, പോസിറ്റീവ് ചാർജ് ആണ്. ഈ ചാർജിന് ചുറ്റും ഈ ചാർജിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള റീജിയനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അവിടെ വേറൊരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്ന പോയിന്റ് +Qന്റെ ഇലക്ട്രിക് ഫീൽഡിലുള്ള ഒരു പോയിന്റ് ആണെന്ന് കരുതുക. ഇത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ എ എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? ഔട്ട്വേർഡ് ആയിരിക്കും. അതിന്റെ ഇന്റൻസിറ്റി ഞാൻ ക്യാപിറ്റൽ E എന്നെടുക്കും. ഇവിടെ ഞാനൊരു സ്മോൾ Q ചാർജ് വെച്ചു, അതും പോസിറ്റീവ് ചാർജ് തന്നെയാണ്. സ്വാഭാവികമായിട്ടും സ്മോൾ Q ചാർജ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? F is equal to Q into E എന്നാണ്. അതിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്ക് തന്നെയാണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ്. അപ്പൊ F is equal to QE എന്ന് പറയുന്ന ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലാണ്. അല്ലെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ടുള്ള +Q ചാർജ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യപ്പെടും? ഡിസ്പ്ലേസ് ചെയ്യപ്പെടും, മൂവ് ചെയ്യപ്പെടും. അല്ലെ? എ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ടുള്ള +Q ചാർജ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യപ്പെടും? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യപ്പെടും. കാരണം അതെന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നു? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. അപ്പൊ തിരിച്ച് ഇതിനെ നമ്മൾക്ക് എയിലേക്ക് തന്നെ കൊണ്ടുവെക്കണമെങ്കിൽ, ഇതിനെ നമ്മൾക്ക് ഈ +Q ചാർജിനെ എയിൽ തന്നെ നിലനിർത്തണമെങ്കിൽ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? ഫോഴ്സ് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണം. അല്ലെ? എ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ടുള്ള +Q ചാർജ് ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യപ്പെടുന്നു? ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നു. കാരണം അത് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. അപ്പൊ അതിനെ നമ്മൾക്ക് എ എന്ന് പറയുന്ന പോയിന്റിൽ തന്നെ നിലനിർത്തണമെങ്കിൽ, അതിനെ നമ്മൾക്ക് എ എന്ന് പറയുന്ന പോയിന്റിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ
ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? ഫോഴ്സ് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണം അല്ലേ? അപ്പൊ ആ വർക്ക് ഈ ചാർജിൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് ഈ ചാർജിൽ എന്തായിട്ട് സ്റ്റോർ ചെയ്യപ്പെടും? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ നമ്മൾ ആ പൊട്ടൻഷ്യൽ എനർജിക്ക് പറയുന്ന പേരാണ് എന്ത്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്നാണ് അതിന്റെ പേര് പറയുന്ന പേര്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഒരിക്കൽ കൂടി ഞാൻ പറയാം. പ്ലസ് ക്യൂ ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിലുള്ള പോയിന്റ് ആണ് എ. അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി ക്യാപിറ്റൽ ഇ ആണ്. അതിന്റെ ഡയറക്ഷൻ ഔട്ട്വേർഡ് ആണ്, അലോങ് ദിസ് ഡയറക്ഷൻ ആണ്. ഇവിടെ ഞാൻ ഒരു സ്മോൾ ക്യൂ ചാർജ് വെച്ച് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ചാർജ് ആണ്. അത് ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. F=QE. അപ്പൊ ഈ സ്മോൾ ക്യൂ ചാർജിനെ എ എന്ന് പറയുന്ന പോയിന്റിൽ തന്നെ നിലനിർത്തണമെങ്കിൽ ഈ F=QE എന്ന ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. ആ വർക്ക് ഈ ബോർഡ് ചാർജ് പാർട്ടിക്കിളിൽ എന്തായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നു? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നു. ആ പൊട്ടൻഷ്യൽ എനർജിക്ക് പറയുന്ന പേരാണ് എന്ത്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ആ പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്നുള്ള കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട് അല്ലെ? എർത്തിന്റെ സർഫസിലുള്ള ഒരു ബോഡിയെ h ഹൈറ്റ് ഉയരത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ബോഡിയിൽ എന്ത് സ്റ്റോർ ചെയ്യപ്പെടുന്നു? പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നു. ആ പൊട്ടൻഷ്യൽ എനർജിക്ക് പറയുന്ന പേരാണ് എന്ത്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ശരിക്കും എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി? എർത്തിന്റെ സർഫസിലുള്ള ഒരു ബോഡിയെ h ഹൈറ്റ് ഉയരത്തിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ടേക്കാണ്? താഴോട്ടേക്കാണ്. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. ആ വർക്കാണ് ആ ബോഡിയിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അതേപോലെ ഇവിടെ പ്ലസ് ക്യൂ ചാർജിനെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിലനിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങോട്ടേക്കുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. ആ വർക്ക് ഈ പ്ലസ് ക്യൂ ചാർജിൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. ആ പൊട്ടൻഷ്യൽ എനർജിക്ക് പറയുന്ന പേരാണ് എന്ത്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ സ്മോൾ ക്യൂ ചാർജ് അത് ഇനീഷ്യലി എവിടെയാണ് ഉണ്ടായിരുന്നത്? സ്മോൾ ക്യൂ ചാർജിന്റെ ഇനീഷ്യൽ പോയിന്റ് നമ്മൾ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് അകലെയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആരിൽ നിന്നും ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് അകലെ? ക്യാപിറ്റൽ ക്യൂവിൽ നിന്നും ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് അകലെ. ക്യാപിറ്റൽ ക്യൂവിൽ നിന്നും ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് അകലെയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റൽ ക്യൂവിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ പുറത്താണ് ആദ്യം ഇനീഷ്യലി ആരുണ്ടായിരുന്നത്? സ്മോൾ ക്യൂ ചാർജ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് സ്മോൾ ക്യൂ ചാർജിനെ ക്യാപിറ്റൽ ക്യൂവിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ അകത്തേക്ക് കൊണ്ടുവരുന്നത്. മനസ്സിലായോ? സ്മോൾ ക്യൂ ചാർജ് ഇനീഷ്യലി എവിടെ ഉണ്ടായിരുന്നത്? ക്യാപിറ്റൽ ക്യൂവിന്റെ ഇലക്ട്രിക് ഫീൽഡിന് വെളിയിൽ. ക്യാപിറ്റൽ ക്യൂവിന്റെ ഇലക്ട്രിക് ഫീൽഡിന് വെളിയിലായതുകൊണ്ട് നമ്മൾ അത് എങ്ങനെയാ പറയുന്നത്? ക്യാപിറ്റൽ ക്യൂവിൽ നിന്നും ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് അകലെയാണ് ആരുണ്ടായിരുന്നത്? ഇനീഷ്യലി സ്മോൾ ക്യൂ ചാർജ് ഉണ്ടായിരുന്നത്. ആ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് അകലെ നിന്നും, ആ ഇലക്ട്രിക് ഫീൽഡിന്റെ വെളിയിൽ നിന്നും, പുറത്തു നിന്നും നമ്മൾ സ്മോൾ ക്യൂ ചാർജിനെ ക്യാപിറ്റൽ ക്യൂവിന്റെ ഇലക്ട്രിക് ഫീൽഡിലുള്ള എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. ആ വർക്കാണ് ഈ സ്മോൾ ക്യൂ ചാർജിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. സ്മോൾ ക്യൂ ചാർജിനെ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് അകലെ നിന്നും, ഇൻഫിനിറ്റിയിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡിലുള്ള ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് ആ സ്മോൾ ക്യൂ ചാർജിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നു. സപ്പോസ് ക്യൂ എന്ന് പറയുന്ന ക്യൂ കൂളം ചാർജിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് W ആണെന്ന് വിചാരിക്കാം. ഈ W എന്ന് പറയുന്ന വർക്കാണ് ഈ പ്ലസ് ക്യൂ ചാർജിൽ എന്തായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്? U, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. മനസ്സിലായോ? ക്യൂ കൂളം ചാർജിനെ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് അകലെ നിന്നും, ഇൻഫിനിറ്റിയിൽ നിന്നും എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വർക്കാണ് W എങ്കിൽ ഈ W എന്ന് പറയുന്ന വർക്കാണ് ഈ സ്മോൾ ക്യൂ ചാർജിൽ എന്തായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്?
ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പൊ ക്യൂ കൂളം ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും എയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന വർക്ക് W ആണെങ്കിൽ 1 കൂളം ചാർജിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വർക്ക് എത്രയായിരിക്കും? W/Q ആയിരിക്കും അല്ലേ? ക്യൂ കൂളം ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും എയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന വർക്ക് W ആണെങ്കിൽ 1 കൂളം ചാർജിനെ, യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും എയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന വർക്ക് എത്രയായിരിക്കും? W/Q ആയിരിക്കും. ഈ വർക്കിനെയാണ് നമ്മൾ എ എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഇത്രയേ ഉള്ളൂ. സ്മോൾട്ടർ ക്യൂ കൂളം ചാർജിനെ ക്യാപിറ്റൽ ക്യൂവിന്റെ ഇലക്ട്രിക് ഫീൽഡിലുള്ള എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരണം. എവിടുന്ന്? ഇൻഫിനിറ്റിയിൽ നിന്ന്. ഇൻഫിനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്യാപിറ്റൽ ക്യൂവിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ പുറത്തു നിന്ന്. അപ്പൊ ഇൻഫിനിറ്റി ഡിസ്റ്റൻസ് അകലെ നിന്ന്, ഇൻഫിനിറ്റിയിൽ നിന്ന് സ്മോൾട്ടർ ക്യൂ ചാർജിനെ എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന വർക്കാണ് സ്മോൾട്ടർ ക്യൂ ചാർജിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ക്യൂ കൂളം ചാർജിനെ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള വർക്ക് W ആണെങ്കിൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ അല്ലെങ്കിൽ 1 കൂളം ചാർജിനെ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള വർക്ക് എത്രയായിരിക്കും? W/Q ആയിരിക്കും. ദാറ്റ് വർക്ക്, അതിനെയാണ് നമ്മൾ എ എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ നമ്മൾക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ശരിക്കും ശ്രദ്ധിക്കുക. പ്ലസ് ക്യൂ ചാർജിന്റെ, ക്യാപിറ്റൽ ക്യൂ ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിലുള്ള ഒരു പോയിന്റ് ആണ് ക്യാപിറ്റൽ എ. ഈ എ എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫിനിറ്റിയിൽ നിന്നും +1 കൂളം ചാർജിനെ, യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വർക്ക്. ആ വർക്കിനെയാണ് എ എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഇൻ ദി ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡിലുള്ള ഒരു പോയിന്റ് ആണ് എ. ആ പോയിന്റിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. ഇൻഫിനിറ്റിയിൽ നിന്നും യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ഇവിടെ V is equal to W/Q എന്നാണ് നമ്മൾ കൊടുത്തത് അല്ലെ? അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ ടു ബ്രിങ് +1 കൂളം ചാർജ് ഓർ വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ്. അപ്പൊ നമുക്ക് V is equal to എന്ത് കൊടുക്കാം? W/Q എന്ന് കൊടുക്കാം. എന്താണ് W? വർക്കിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. എന്താണ് ചാർജിന്റെ യൂണിറ്റ്? കൂളമാണ്. അപ്പം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ പെർ കൂളം എന്നാണ്. നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ടു ബ്രിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്. വർക്ക് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡിഫൈൻഡ് ആസ് the work done to bring unit positive charge from infinity to that point. V is equal to W/Q. Its unit is joule per coulomb. It is a scalar quantity. Okay, thank you.